സൂര്യശ്രീ നിൽക്കുന്ന നല്ല കാറ്റുള്ള സ്ഥലത്താണ്. 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കുകയാണ്. സൂര്യശ്രീ കുടയും കൊണ്ട് പറന്നു പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഉറപ്പിച്ച് പിടിച്ചോളൂ സൂര്യശ്രീ. സൂര്യശ്രീ ഒന്ന് ഫുൾ ഫ്രെയിം കാണിച്ചു കഴിഞ്ഞാൽ കാറ്റിൻ്റെ ശക്തി പ്രേക്ഷകർക്ക് മനസ്സിലാകും. സൂര്യശ്രീ ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കാറ്റ്? പിടിച്ചോ കുട്ടി, കുടയെ പിടിച്ചോ കുട്ടി. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് SKN. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് അതിശക്തമായ കാറ്റും മഴയും തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ ഉണ്ടായിരിക്കുന്നത്. അതിശക്തമായ കാറ്റ് എന്ന് തന്നെ വേണം പറയുവാനായിട്ട്. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കാറ്റും മഴയും ജില്ലയിൽ എമ്പാടും തന്നെ ഉണ്ടായത്. എന്നാൽ നഗരപ്രദേശങ്ങളിൽ രാവിലെ അല്പസമയം മഴയൊന്ന് മാറി നിന്നുവെങ്കിൽ പോലും അതിനുശേഷം ഏകദേശം ഒരു മണിക്കൂറോളം മഴ മാറുന്നതിന് ശേഷം അതിശക്തമായ മഴ തന്നെയാണ് ജില്ലയിൽ എമ്പാടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മലയോര മേഖലയിലും തീരപ്രദേശങ്ങളിലുമൊക്കെ അതിശക്തമായ കാറ്റും മഴയും ഒക്കെ തന്നെയുള്ളത് കൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നദീതീരങ്ങളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്ത് നദീ സാമീപ്യമുള്ളവരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൂവാറ്റുപുഴയാറിലും ഒക്കെ തന്നെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭത്തിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ചെല്ലാനം, നായരമ്പലം, എടവനക്കാട്, കണ്ണമാലി തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ നിരവധി വീടുകളിലേക്ക് കടൽ കയറിയിരുന്നു. അത്തരത്തിലൊരു സാധ്യത ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും എറണാകുളം ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ കാറ്റ് തന്നെയാണ് ഉണ്ടാവുന്നത്. മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനാണ് സാധ്യതയുള്ളത്. ഇന്ന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ കൂടിയും അതിശക്തമായ കാറ്റും മഴയും തന്നെയാണ് ജില്ലയിലെമ്പാടും നിൽക്കുന്നത്. കാറ്റിൻ്റെ ശക്തി വളരെ വേഗം പ്രാപിച്ചു വരികയാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ മരങ്ങൾക്ക് താഴെയൊക്കെ തന്നെയും ആളുകൾ ആവശ്യമില്ലാതെ ഒന്നും കയറി നിൽക്കുന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ കൂടി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈനുകൾ എന്നിവയുടെ സാമീപ്യം ഒന്നും തന്നെ നിൽക്കരുത്. കാരണം ശക്തമായ കാറ്റിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഒപ്പം തന്നെ അതിശക്തമായ മഴ എറണാകുളം ജില്ലയിൽ എമ്പാടും തന്നെ നിലനിൽക്കുകയാണ്. SKN. സൂര്യശ്രീയാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തോളൂ സൂര്യശ്രീ. കാറ്റ് ആഞ്ഞു വീശുകയാണല്ലോ. ഇനി കോട്ടയത്തേക്ക് ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുകയാണ്. കോട്ടയത്തും ഇന്ന് വിദ്യാഭ്യാസ കൊട ഇത് മിക്കവാറും എനിക്കൊന്ന് ഉപഗ്രഹത്തിലേക്ക് പോകാൻ തോന്നുന്നു. സൂക്ഷിക്ക്. സൂര്യയുടെ ആരോഗ്യമൊക്കെ പോവല്ലോ. സൂര്യ ആ പടെ പ്രശ്നമായി. ഓക്കെ